ഇപ്പോൾ ഞങ്ങളെപ്പോലുള്ള പ്രൈവറ്റ് കമ്പനികളൊക്കെ ആളുകൾ എടുക്കുന്ന സമയത്ത് ഈ ടോപ്പറാണോ റാങ്കറാണോ നമ്മൾ നോക്കാറില്ല. ആദ്യം നമ്മൾ നോക്കുന്നത് ഇവന് ജോലി അറിയാവുന്നതാണ്. പിന്നെ അവനെ ഗ്രൂപ്പ് ചർച്ചയ്ക്കൊക്കെ വിധേയമായി ഗ്രൂപ്പ് ഡിസ്കഷനിലൊക്കെ ഇട്ട് അവൻ എത്രമാത്രം സ്മാർട്ടാണെന്ന് നോക്കിയിട്ട് ഏറ്റവും അവസാനം പരിശോധിക്കുന്ന സാധനമായി സർട്ടിഫിക്കറ്റ്. കൂടുതൽ ആൾ വിചാരിക്കുന്ന ഈ ടോപ്പ് ഗ്രേഡ് വാങ്ങിച്ചു കഴിഞ്ഞാൽ എല്ലായിടത്തും ജോലി, അതിൻ്റെയൊക്കെ കാലം പോയി. അല്ല അതിനെ അപ്പോൾ ഈ കുട്ടികൾ പറയുന്നത് ഞങ്ങൾ ഒരു 12 മണിക്കൂർ വീട്ടിൽ പുറത്ത് ഇരുന്നിട്ടും വീട്ടിൽ വന്നിട്ടും സംസാരം നമ്മുടെ പഠനത്തിനെ സംബന്ധിച്ചാണ്. സാർ ഞങ്ങൾ മടുത്തു, ഞങ്ങൾക്ക് സ്പോർട്സും ഉണ്ട്, ഞാനൊരു നല്ല ഡാൻസുകാരിയാണ്, ഞാനൊരു നല്ല പാട്ടുകാരനാണ്, അതിനു വേണ്ടി ഞാനൊന്ന് സംസാരിക്കുമ്പോൾ അവർ പറയുന്നു വേണ്ട അതൊന്നും ചെയ്യേണ്ട, നിങ്ങൾ മാത്രം പഠിച്ചാൽ മതി. ഇങ്ങനെ ഞങ്ങളത് പഠിക്കാൻ പറ്റില്ല. പറയാൻ പറഞ്ഞത് പെൺകുട്ടിയായാലും ആൺകുട്ടിയായാലും വീടുകളിൽ ആകെ ഉള്ള ഒന്നാമത്തെ സംസാരമേ ഇല്ല. എല്ലാ അമ്മയുടെ കാര്യത്തിൽ ബിസിയാണ്, അച്ഛൻ്റെ കാര്യത്തിൽ ബിസിയാണ് കുട്ടികൾ. പിന്നെ അവർ ഈ സംസാരിക്കുകയാണെങ്കിൽ ഒരു 20 മിനിറ്റ് നമ്മൾ വിദഗ്ധന്മാർ ഒരു 20 മിനിറ്റ് സ്കൂളിൽ നിന്ന് വന്ന കുട്ടിയുമായി അമ്മ വെറുതെ സംസാരിച്ചാൽ പല കാര്യങ്ങൾ അമ്മക്ക് തിരിച്ചറിയാൻ പറ്റും. വെറുതെ ഫോണില്ലാത്ത സമയത്തിൽ. പിന്നെ ഫോണിൻ്റെ കാര്യം പുതിയ ഒരു സർവേ നടന്നു. 1960 മുതൽ 1990 വരെ ജനിച്ചവരാണ് നാം എല്ലാം, അതായത് പാരൻസ്. അവർ ഫോൺ കൂടുതലാണോ ഉപയോഗിക്കുന്നത്? ഇല്ലെങ്കിൽ 1990 മുതൽ 2020 വരെ, അതായത് നമ്മുടെ കുട്ടികൾ അവരാണ് ഫോൺ കൂടുതൽ ഉപയോഗിക്കുന്നത്. ടൈംസ് ഓഫ് ഇന്ത്യ റിപ്പോർട്ടുണ്ട്. നമ്മൾ പാരൻസാണ് കുട്ടികളെക്കാൾ കൂടുതൽ മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നത്. പേരൻസാണ് കൂടുതൽ ഉപയോഗിക്കുന്നത്. അപ്പോൾ അവർ പറയാൻ തന്നെ ഒരു മലയാളത്തിൽ ഒരു ചൊല്ലുണ്ട്, നമ്മൾ പറഞ്ഞ കാര്യം കുട്ടി കേൾക്കില്ല, പക്ഷെ നമ്മൾ ചെയ്ത കാര്യം കുട്ടി അനുസരിക്കും. ആദ്യത്തെ നമ്മൾ തന്നെ വേണം കുട്ടിയോട് ഉപദേശങ്ങൾ കൊടുക്കുന്നതിന് മുമ്പ് നമ്മൾ അത് തെറ്റ് നമ്മൾ ചെയ്യുന്നുണ്ടോ അത് മാറ്റിയിട്ട് വേണം കുട്ടിയെ ഉപദേശിക്കാൻ. അങ്ങനെ ഒരുപാട് ഡി അഡിക്ഷൻസ് ഈ കുട്ടി ഇങ്ങനെയുള്ള ലഹരി പദാർത്ഥങ്ങൾ അടിമയായ ആൾക്കാരെ ചികിത്സിക്കുന്ന ഡി അഡിക്ഷൻ സെൻ്ററുകൾ അങ്ങ് പോയിട്ടുള്ള ആളാണ് എനിക്കറിയാം. നമ്മൾ ഈ യാത്രകളിൽ ചില ഡി അഡിക്ഷൻ സെൻ്ററുകൾ സന്ദർശിച്ചു. അപ്പോൾ നമുക്ക് മനസ്സിലായത് പല്ലുകളൊക്കെ ദ്രവിച്ചു പോകുന്നു, ഒട്ടി വലിഞ്ഞ് കംപ്ലീറ്റ് കണ്ണൊക്കെ പുറത്തേക്ക് തള്ളി വല്ലാത്ത ഷേപ്പിലായ ആൾക്കാരെ കാണുന്നു. കുട്ടികൾ അത് 4ാം ക്ലാസ്സിലും ഒക്കെ പഠിക്കുന്ന കുട്ടികൾ. അപ്പോൾ 2ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടി പോലും MDMA ഉപയോഗിക്കുന്ന ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ അങ്ങും പറഞ്ഞു 4ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന കുട്ടി ഉപയോഗിക്കുന്നുണ്ടെന്ന്. അപ്പോൾ ഈ യഥാർത്ഥത്തിൽ ഇവർക്കുണ്ടാകുന്ന ആരോഗ്യ പ്രശ്നങ്ങളെക്കുറിച്ച് അങ്ങ് കണ്ടിട്ടുണ്ടോ? 2020 കോവിഡിന് ശേഷമാണ് ഈ മൊബൈൽ ഫോണിൻ്റെ കൂടുതൽ ശല്യം തുടങ്ങിയത്. അന്ന് അത് ആവശ്യമായിരുന്നു, കാരണം നമുക്ക് വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് ഇപ്പോൾ കുട്ടികളുടെ പല്ല് മാത്രം പോകുന്നില്ല, ലഹരി വസ്തുക്കൾ കൊണ്ട് മൊബൈൽ ഫോൺ ഉപയോഗം കൊണ്ട് 30% കുട്ടികൾ കൂടുതൽ കണ്ണാടി വയ്ക്കാൻ തുടങ്ങി. അതോ പിന്നെ അവർക്ക് ഫോക്കസ് എല്ലാം പോയി. ഇപ്പോൾ പറയുന്നത് ഒരു കുട്ടിക്കും 3 മിനിറ്റിനേക്കാൾ കൂടുതൽ ഇന്നും അവർക്ക് ധ്യാനം കേന്ദ്രീകരിക്കാൻ പറ്റില്ല. ലോകം മുഴുവൻ അതിന് ഒരേ കാരണം ഇത് എപ്പോഴും നമ്മുടെ ഇത് ഡിജിറ്റൽ സ്ക്രോളിംഗ്, ഇത് നമ്മൾ 3 മിനിറ്റ് ശ്രദ്ധിക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അവരുടെ പഠനമെല്ലാം പോകുന്നു, അവർക്ക് ആ ഏകാഗ്രത, അവർക്ക് ആ കൺസെൻട്രേഷൻ എല്ലാം പോയി കിടക്കുകയാണ് ഇപ്പോൾ. അവർ വയലൻ്റ് ആവാൻ തുടങ്ങി. വയലൻ്റ് കാരണം അവർക്ക് ആ സമയത്തിൽ പൈസ വേണം ഇത് കഴിക്കാൻ, പൈസ അമ്മ തരുന്നില്ല. അപ്പം പിന്നെ അമ്മയെ അവർ ശല്യം ചെയ്യുന്നു, തള്ളുന്നു. കഴിഞ്ഞ ഒരു വർഷത്തിൽ നിങ്ങളൊക്കെ ഇവിടെ റിപ്പോർട്ട് ചെയ്ത കാര്യമാണ്, കഴിഞ്ഞ ഒരു വർഷത്തിൽ 9 ആൺകുട്ടികൾ ഒരു പെൺകുട്ടി അമ്മയെ പൈസ തരാതെ കൊണ്ട് കൊന്നിട്ടുണ്ട്. അതൊക്കെ ബീഹാർ, രാജസ്ഥാൻ, ഇവിടെ പഞ്ചാബ്, ഹരിയാനയിലൊക്കെ നടന്ന കാര്യങ്ങളാണ്. അത് ഇവിടെ എത്തിക്കഴിഞ്ഞു നടക്കുന്ന കാര്യങ്ങൾ ഇപ്പോൾ കേരളത്തിൽ നടക്കും. അതെ, അത് ഈ ലഹരി വസ്തുവും പിന്നെ മൊബൈൽ ഫോണിൻ്റെ അമിതമായ ഉപയോഗം കൊണ്ട് മാത്രമാണ് ഇതൊക്കെ സംഭവിക്കുക.